പരിശുദ്ധ ദൈവമാതാവിന് 1000 നന്ദി. എൻ്റെ പേര് മേരി ലവീന ഡിക്രൂസ്. ഞാൻ ആലപ്പുഴ മൗണ്ട് കാർമൽ ഇടവകാംഗമാണ്. എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ 1 വർഷമായി ഉടമ്പടി എടുത്തിട്ട്. മമ്മിക്ക് കുറേ നാളുകളായി താടിവേദന ഉണ്ടായിരുന്നു. അങ്ങനെ വേദന കൂടി വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോൾ MRI എടുപ്പിച്ചു. MRI എടുത്തപ്പോൾ ട്രൈജെമിനൽ ന്യൂറോളജിയ എന്നൊരു അസുഖമാണെന്നാണ് പറഞ്ഞത്. ആ അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. മുഖത്ത് കാറ്റടിക്കുമ്പോഴോ താടിയിൽ തൊടാനോ വയ്യ, ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. വേദന വരുന്നതെന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ 10 പ്രാവശ്യമെങ്കിലും ഷോക്ക് അടിച്ച പോലെ ഒരു വേദന താടിയിൽ വരും. അപ്പോൾ വേദന വരുമ്പോൾ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ഒരു ശബ്ദം മമ്മി ഉണ്ടാക്കുമായിരുന്നു. വെള്ളം കുടിക്കുവാണെങ്കിൽ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയുമായിരുന്നു. അത്രയ്ക്കും വേദനയായിരുന്നു. അങ്ങനെ മമ്മി വർഷങ്ങളായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്നതാണ്. മമ്മിയുടെ സിൽവർ ഉടമ്പടിയാണ്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഉടമ്പടിയിൽ ജീവിക്കുന്നതല്ലേ, മമ്മി നിയോഗം വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, മമ്മിയുടെ ആവശ്യം വെക്കത്തില്ല, മമ്മി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിയോഗം എടുത്തേക്കുന്നത്, മമ്മിയുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചതാണ്, ഈ ഒരു അസുഖം മമ്മി വെക്കത്തില്ല എന്ന് പറഞ്ഞു. മാതാവ് മാറ്റിത്തരും, മാതാവിന് ഇതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ മമ്മിയുടെ വേദന കണ്ടിട്ട് ഞാൻ 3ാമത്തെ പുതുക്കലിന് വന്നപ്പോൾ ഓഗസ്റ്റ് മാസം ഈ ഒരു നിയോഗം അതിൽ വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അടുത്ത പുതുക്കലിന് വരുമ്പോൾ മമ്മിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. മമ്മി അന്ന് വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചായിരുന്നു. അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോയി. അപ്പോൾ മമ്മി പറഞ്ഞു, കണ്ട അച്ഛനൊന്നും പറഞ്ഞില്ല, അത് തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ വേദന കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിച്ചിട്ടും രക്ഷയില്ലാത്തതുകൊണ്ട് സർജറി വല്ലതും നോക്കാം. പക്ഷേ അത് തലയിലാണ് സർജറി ചെയ്യുന്നത്, അപ്പോൾ അത് റിസ്ക്കാണ്, കോംപ്ലിക്കേഷനാണ്, അത് നല്ല ഹോസ്പിറ്റലിൽ നോക്കണം. കേരളത്തിൽ തന്നെ കണ്ണൂർ എന്താണ്ടൊക്കെയുള്ള അതിൻ്റെ ഹോസ്പിറ്റലിൽ, അപ്പോൾ നല്ല ഡോക്ടറിന് സർജനായിരിക്കണം അത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്നുവെച്ചാൽ മാതാവ് മാറ്റിത്തരും. ഞാൻ നിയോഗം വെച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ മമ്മിയുടെ വേദന പൂർണ്ണമായിട്ട് മാറി. മമ്മിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. മറ്റേത് വേദന വരുമ്പം കിറി ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ പോകും. ഒരു സെക്കൻഡ് ആ വേദന വരുന്നെങ്കിൽ ആ സെക്കൻഡ് ഇങ്ങനെ സൈഡിലോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, എവിടെയെങ്കിലും മമ്മി മുടങ്ങാതെ എല്ലാ ദിവസവും ആ വേദനയും കൊണ്ട് സ്കൂട്ടറിലിരുന്ന് രാവിലെ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുമായിരുന്നു. മമ്മി ഒരു ദിവസം പോലും കുർബാന മുടക്കിയിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് വൃദ്ധസദനങ്ങളിലും രോഗികളുടെ അടുത്തും പോകുമായിരുന്നു. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും പൈസയായിട്ടും സഹായിക്കുമായിരുന്നു. പിന്നെ എൻ്റെ മകന് 3 വയസ്സാണ്. അപ്പോൾ അവനെ ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കട്ടിലിൻ്റെ പടിയിൽ നെറ്റിയിടിച്ച് കരഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം നെറ്റിയുടെ നടുക്കാണ് നീലച്ച് വന്ന് മുഴയായിട്ട് നീല കളറിൽ വന്നു. അപ്പോൾ വേഗം അവൻ ഐസൊന്നും വെപ്പിക്കത്തില്ല, തൈലം എടുത്ത് ആദ്യമേ തൂത്തു. ആ തൂത്ത സെക്കൻഡ് തന്നെ നോക്കുമ്പോൾ അത് പയ്യെ താഴുന്നത് നമുക്ക് കാണാം. 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അതിൻ്റെ പാട് പോയി. അങ്ങനെ പൂർണ്ണ സൗഖ്യം നൽകി. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഇപ്പം മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ അനിയത്തിയും മമ്മിയും എല്ലാം ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ബൈബിൾ വായനയും എല്ലാം കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഞാനിവിടെ 5ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നത്. എൻ്റെ പേര് സീബ ഡിക്രൂസ് എന്നാണ്. ഞാൻ മൗണ്ട് കാർമൽ കത്തീഡ്രൽ അംഗമാണ്. ഞാനിവിടെ മെയ്യിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞതായിരുന്നു വന്ന്. എൻ്റെ മകൾക്ക് വിസ കിട്ടിയതും അവൾക്ക് ജോലി മാതാവ് മേടിച്ചു തന്നതിനും വേണ്ടി സാക്ഷ്യം പറഞ്ഞു. ഞാൻ അഖണ്ഡ ജപമാലക്ക് പോകാൻ നേരത്തെ എല്ലാവർക്കും വിഷമമായിരുന്നു, ഞാൻ ഈ വേദനയും വെച്ച് പോകുമെന്ന്. ഞാൻ ഉറച്ച് വിശ്വസിച്ച് എൻ്റെ മാതാവ് മാറ്റിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ അഖണ്ഡ ജപമാലക്ക് പോയി. അഖണ്ഡ ജപമാലക്ക് പോയത് ഞാൻ മാതാവിനോട് നന്ദിയും കൂടി പറയാൻ വേണ്ടിയാണ്. കാര്യം എൻ്റെ മകൾ കഴിഞ്ഞ വർഷം അഖണ്ഡ ജപമാലക്ക് വന്നപ്പോൾ അവളുടെ ഭർത്താവിന് പെർമിറ്റില്ല, എൻ്റെ മോൾക്ക് വിസ കിട്ടിയിട്ടില്ല. അത് അന്ന് അഖണ്ഡ ജപമാല കൂടി കൃപാസനത്തിൽ വന്ന് നിന്നപ്പം മെസ്സേജ് വന്നു. അങ്ങനെ മാതാവ് എൻ്റെ മകൾക്ക് കൊടുത്ത അനുഗ്രഹം എനിക്ക് നന്ദി പറയണം. എനിക്ക് എൻ്റെ രോഗത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ആ നന്ദി പറയണം, അല്ലെങ്കിൽ മാതാവിനോട് നന്ദിയില്ലാത്തതായിരിക്കും. അത് കാരണം എനിക്ക് ഏതായാലും അഖണ്ഡ ജപമാല കൂടണം. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അഖണ്ഡ ജപമാല കൂടിയത്. എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ. എനിക്ക് കൊന്ത ചെല്ലണം, എനിക്ക് പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കണം. കാര്യം എൻ്റെ വീട്ടിൽ കൊന്ത ചെല്ലുമ്പോൾ ഞാൻ
ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ സ്വർഗസ്ഥാനം ചെല്ലിയിട്ടുണ്ട്, അന്നൊന്നും വേണ്ടുന്ന ചെല്ലാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ കരയും. അപ്പോൾ എൻ്റെ മാതാവിനോട് പറഞ്ഞ്, എൻ്റെ മാതാവ് ഈ ജീവിതം എനിക്കെന്തിനാണ്, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും കുർബാനക്ക് കൂടെ സഹകരിക്കാൻ പറ്റിയില്ലെങ്കിലുള്ള ജീവിതം എനിക്ക് വേണ്ട. എനിക്ക് മാതാവിനോട് ഒച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ഒച്ചത്തിൽ കൊന്തയല്ലേയും ചെയ്യാനുള്ളൊരു ജീവിതം തന്നാൽ മതിയെന്ന് ഞാൻ എന്നും പറയും. എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാര്യം എന്നോട് പറയുമായിരുന്നു, നീ ഇത്രയും പ്രാർത്ഥിക്കണമല്ലേ, എന്നിട്ട് നിനക്ക് എന്തിനാണ് ഇത്രയും തന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല, മാതാവ് പ്രാർത്ഥിക്കണവരോടാണ് കൂടുതൽ സ്നേഹം, അതുകൊണ്ടാണ് എനിക്ക് ഈ വേദന തന്നതെന്ന് പറഞ്ഞ് എൻ്റെ വേദന കാരണം എൻ്റെ സഹോദരങ്ങൾ എറണാകുളത്ത് കൊണ്ടേ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ പറഞ്ഞ്, ഇത് ജീവിത അവസാനം വരെ നിങ്ങൾ ഗുളിക കഴിക്കണം, കാര്യം വേദന കുറയത്തില്ലെന്ന് പറഞ്ഞ്. ഞാൻ ആ ഗുളിക ഒരെണ്ണം പോലും എഴുതിയില്ല. ഞാൻ പറഞ്ഞു, ഈ മരുന്ന് എനിക്ക് വേണ്ട, എൻ്റെ മാതാവ് എന്നെ സുഖപ്പെടുത്തും. കാര്യം ആദ്യം ഞാൻ ഗുളിക കഴിച്ചിട്ട് എൻ്റെ വായിൽ നിറച്ച് പൊട്ടി. അപ്പം എൻ്റെ ഭർത്താവ് ഓയിൽമെൻറ്റ് കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഓയിൽമെൻറ്റ് പുരട്ടത്തില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും മാതാവിൻ്റെ ഉപ്പും പുരട്ടുമായിരുന്നു. ഒരു മരുന്ന് ഞാൻ എൻ്റെ ഈ വായിൽ പുരട്ടിയില്ല. മരുന്ന് കഴിച്ച് എൻ്റെ വാ നിറച്ച് പൊട്ടി. ആരെങ്കിലും നോക്കിയാൽ എല്ലാവർക്കും പേടി തോന്നും, എന്തോ വേറെ രോഗമാണെന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്നപ്പോൾ അച്ഛൻ എന്നെ അനുഗ്രഹിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരു രോഗവും ഒരിക്കലും വരുത്തില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ആ അനുഗ്രഹം എൻ്റെ മാതാവിനെ ഞാൻ ഇനി എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ ഈ മാതാവിൻ്റെ അടുത്ത് നന്ദിയുള്ളതായിരിക്കും. ഒരിക്കലും എനിക്ക് തന്ന അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുത്തത് 2017 ഞാനിപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് ഈ മാതാവിൻ്റെ അൾത്താരയിൽ കയറുന്നത്. എൻ്റെ മാതാവ്, എനിക്കിനി ഒരു കാര്യവും മാതാവിനോട് പറയാനില്ല. കാര്യം എൻ്റെ മക്കൾ രണ്ടും ഉടമ്പടിയിലാണ്. അപ്പം മാതാവ് നോക്കിക്കോളൂ അവരെ. അത് കാരണം ഞാൻ ഇനി ഉടമ്പടിയിൽ എൻ്റെ ആവശ്യമൊന്നും ഞാൻ വെക്കത്തില്ല, മറ്റുള്ളവരുടെ ആവശ്യമാണ് വെക്കുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ ഞങ്ങൾ അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട് ഞങ്ങൾ ഈ കരുണാലയത്തിൽ കൊണ്ടേ അരിയും സാധനങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അവർക്ക് ബെഡും അഡ്ജസ്റ്റ് ചെയ്യണ ബെഡൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഈ ക്യാൻസർ രോഗികൾക്ക് ഒക്കെ പൈസയും പൊതിച്ചോറും പൈസയൊക്കെ കൊടുക്കും. ആരെന്ത് പറഞ്ഞാലും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ കുറേ പ്രായമായ അമ്മച്ചിമാരുണ്ട്. അവരുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കുകയും അവർക്ക് ഉപ്പും എല്ലാം കൊടുക്കും, മാതാവ് തന്ന അനുഗ്രഹത്തിന്. പിന്നെ എൻ്റെ മകൾക്ക്, എൻ്റെ മോള് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ മോള് കൂടെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ മോള് അയർലൻഡിലാണ്. അവൾ അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് നല്ലൊരു ജോലി മാതാവ് കൊടുത്ത്. അവൾ പഠിച്ച ജോലി തന്നെ നല്ലൊരു ജോലി കൊടുത്ത്. അപ്പോൾ ഇവിടെ അത് പറയാൻ മോള് വേണമെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. മാതാവ് തന്ന എല്ലാ അനുഗ്രഹവും. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെയ്യിൽ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ എൻ്റെ ഇവിടെ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി മാറിയായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, അത് മാതാവിനോട് ക്ഷമ പറയണേണ് അതിന്. അങ്ങനെ തന്ന എല്ലാ അനുഗ്രഹത്തിലും എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ മാതാവിനോട് ഞാൻ കടപ്പെട്ട് ഇരിക്കും. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ജോബിൻ്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം 16-ാം വാക്യം, നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ജലം പോലെ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തെക്കാൾ പ്രകാശമേറിയതായിരിക്കും, അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ അൾത്താരയിൽ എത്തിച്ചേർന്ന മേരി ലവീന എന്ന മകളും മോടെ അമ്മ സീബായും ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ്. അമ്മച്ചിക്ക് വേണ്ടിയാണ് മകള് നിയോഗമെടുത്തത്. കാരണം അമ്മ പറയുന്നത് കേട്ടു, ശ്രദ്ധിച്ചു നല്ലപോലെ ഉടമ്പടി എടുത്തു. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പല പ്രാവശ്യവും നിയോഗങ്ങൾ വെച്ചതെല്ലാം പരിശുദ്ധ അമ്മ നിറവേറ്റി തന്നു. ഉടമ്പടി ജീവിതം ഭക്തിയോടെ വളർന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ്. 2 മക്കളും ഇപ്പോൾ ഉടമ്പടിയിലാണ്. അതാണ് ഏറ്റവും വലിയൊരു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉടമ്പടി ജീവിതം നയിച്ച ഒരമ്മ സ്വന്തം മക്കളെയും കൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ നയിച്ച് മക്കളിപ്പോൾ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ പറഞ്ഞ്, എനിക്കൊന്നും വരില്ല, ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ചിരിച്ചോണ്ട് പോയി, അതിൻ്റെ അർത്ഥം എനിക്ക് സുഖപ്പെടുമെന്ന്. അത്രയ്ക്കുള്ളൊരു വിശ്വാസമാണ് ഉടമ്പടി എടുത്ത ഒരു അമ്മയുടെ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ആ അമ്മ മകൾക്ക് പകർന്നു കൊടുത്തത്. നമ്മുടെ ഓരോ ജീവിതത്തിൽ നമ്മൾ ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെ ജീവിതത്തിലും ഈ വിശ്വാസമാണ് പരിശുദ്ധ അമ്മ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
എല്ലാം തരും, എല്ലാം നല്ലതാകും എന്നുള്ളൊരു വിശ്വാസം. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കേട്ടതുപോലെ നിൻ്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കുമെന്ന് പറയാം. ഒഴുകിപ്പോയ ജലം പോലെ നീ അതിനെ ഓർക്കുകയുള്ളൂ. ഈ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു അസുഖം, അതിന് മെഡിക്കൽ ടേമിൽ വെരി ഡിഫിക്കൽട്ട്, വളരെ ബുദ്ധിമുട്ടാണ്, സുഖപ്പെടാൻ ബുദ്ധിമുട്ടുള്ളൊരു രോഗമാണ് ട്രിജീനിയൽ ന്യൂറോളജിയ എന്ന് പറഞ്ഞ രോഗം. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മയിലുള്ള ആ വിശ്വാസം കാരണം മാത്രം, അമ്മയുടെ വിശ്വാസം, അമ്മ മരുന്ന് കഴിച്ചില്ല, മകളുടെ വിശ്വാസം പരിശുദ്ധ അമ്മയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ സാക്ഷിയായിട്ടാണ് അവരിപ്പോൾ നമ്മുടെ മധ്യേ നിൽക്കുന്നത്. ഒരു കാര്യം മാത്രമേ ഈ അമ്മ പ്രാർത്ഥിച്ചുള്ളൂ, രോഗത്തിൻ്റെ ശാന്തിക്കല്ല പ്രാർത്ഥിച്ചത്, കൊന്ത ചെന്നാലുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. കുർബാന മുടക്കിയില്ല. ആ അമ്മ പറയുകയായിരുന്നു, ഞാൻ ചോദിച്ചു എങ്ങനെ കുർബാനയ്ക്ക് പോയി. മുഖം ഒരു സൈഡിലേക്ക് കോടിയിരിക്കുമ്പോഴത്തേന് സ്കാർഫ് വെച്ച് ഷോള് വെച്ച് മുഖം കെട്ടിവെച്ചുകൊണ്ടാണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം തണുപ്പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആ അമ്മ സന്തോഷത്തോടെ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ അരികിൽ നന്ദി പറയാൻ വന്നിരിക്കുന്നത്. നമുക്കും ഈ മക്കളോടൊപ്പം, അമ്മയുടെയും മകളുടെ ഒപ്പം ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയുടെ മഹത്വം നമുക്ക് കൈകളടച്ച് ദൈവമഹത്വം പ്രഘോഷിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.